ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോഫി പുഡിങ്ങാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാലെടുക്കാം. അപ്പോൾ ഇത് സാധാ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. ഈ കോൺഫ്ലോറിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് നന്നായി കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കോഫി ക്രീമാണ്. അതായത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയും പഞ്ചസാരയും വെച്ചിട്ട് നന്നായി ഇളം ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കാപ്പിച്ചിനോക്കൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ആ കോഫി ക്രീമാണ് വേണ്ടത്. അപ്പോൾ ഞാനതൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കാപ്പിച്ചിനോയും ഡൽഗോണ കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കോഫി ക്രീം എങ്ങനെയാണ് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോ ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഈ കോഫി ക്രീം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പുഡിങ്ങിന് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഈ കോഫി ക്രീം ഉണ്ടാക്കാൻ സമയം കുറച്ച് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പുഡിങ്ങാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ കോഫി പൗഡർ എടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു കോഫി ക്രീം ആണെങ്കിൽ ഒന്നും കൂടി കുറച്ച് ടേസ്റ്റ് കൂടുന്നു മാത്രം. ഇനി ഞാനിതിന് ഒന്നും കൂടി നല്ല ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊട്ടും നിർബന്ധമുള്ളതല്ല. അപ്പോൾ ഈ കോഫി ക്രീമിൽ പഞ്ചസാര ഉണ്ട്, അതുപോലെ തന്നെ ഈ ചേർത്ത മിൽക്ക് മെയ്ഡിലും മധുരമുള്ള കാരണം പിന്നെ ഇതിലധികം മധുരത്തിൻ്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളിതെല്ലാം മിക്സ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് കട്ട കെട്ടാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു മാത്രം മതിയാവും. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ തന്നെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. നമ്മൾ ഈ കോൺഫ്ലോർ ചേർത്തിട്ടുള്ള കാരണം പെട്ടെന്ന് തന്നെ ഇത് നല്ല തിക്കായിട്ട് വരും. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഒരു കയ്യിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വിട്ട് പോരുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നെയ്യ് തടവി വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു ഫ്രിഡ്ജിൽ 1 മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് തണുത്ത് വരും. ആ സമയം കൊണ്ട് നന്നായി തന്നെ സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാനിത്. അപ്പോൾ അതായത് സൈഡിൽ നിന്നൊക്കെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ നന്നായി വിട്ടു പോരുന്ന ഒരു പാകത്തിനായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഇനി അതിൻ്റെ മേലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് അലുവ കഷ്ണമൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലിംഗാണ് ഈ ഒരു പുഡിങ് കഴിക്കുമ്പോൾ. അത്രയ്ക്ക് സോഫ്റ്റാണിത്. അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഞാനിതിലേക്ക് വേറെ എസൻസോ ഏലക്കപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. കാരണം ആ ഒരു കോഫിയുടെ ഒരു ഫ്ലേവർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.